നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2014 ആണ്ട് ജൂലൈ മാസത്തിൽ പൊതുവെ ഏറ്റെടുത്ത ദൗത്യം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി ഒരുപക്ഷെ മേലധികാരികളിൽ നിന്നും ശകാരം കേൾക്കുവാനുള്ള സാഹചര്യം ഉണ്ട്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. സാമ്പത്തിക വിഷയത്തിൽ പ്രതീക്ഷിച്ചതിലുപരി ചെലവ് വന്നു ചേരുന്നത് വഴി ഒരു പക്ഷേ കടം വാങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളിൽ നിന്നും വേർപെട്ട് താമസിച്ചും കൊണ്ടുള്ള ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. അഥവാ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ ഗൃഹത്തിൽ വന്നു ചേരാൻ തക്കവണ്ണം ദൂരത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. ബന്ധുക്കളും സ്വന്തക്കാരും വിപരീതമായി തീരും. പല പ്രകാരത്തിലും മാനസിക സംഘർഷം വന്നു ചേരുവാനിടയുണ്ട്. വാഹനാപകടം ഉണ്ടാകുമെങ്കിലും അത്യാപത്തിൽ നിന്നും രക്ഷപ്പെടുവാനിടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കാത്തത് വഴി ഒരു പക്ഷേ അന്യസംസ്ഥാനത്തെ വിദ്യാലയത്തെ ആശ്രയിക്കുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി മാനസിക സംഘർഷം വന്നു ചേരും. ആത്മീയ ചിന്തകളാൽ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. അർഹതയുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനായിട്ട് ഒരു പക്ഷേ നിയമസഹായം തേടുവാനിടയുണ്ട്. അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ഏറ്റെടുത്ത ദൗത്യം ഏറെക്കുറെ പൂർത്തീകരിക്കുവാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. അഥവാ ഗുരുകാരണവന്മാരെ അനുസരിക്കാത്ത പക്ഷം അബദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ട് ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.